ഹായ്. ഒരുപാട് കാലമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് എന്നുള്ള വാക്ക്. സത്യത്തിൽ ഈ ഒരുപാട് എന്നുള്ളത് എത്രയാണ് നമ്പർ വരുന്നത് നിങ്ങൾക്കറിയാമോ? ഹായ്, ഇറ്റ്സ് മീ ഷബ്ന, യുവർ ഹാപ്പിനെസ് ഡിസ്കവറി കോച്ച്. നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ ഒരുപാട് എന്ന് പറയും. പലപ്പോഴും ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയും. മറ്റു ചിലപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നമാണ് ലൈഫിൽ, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, എന്നും ഒരുപാട് പ്രയാസമാണ് എന്നൊക്കെ പറയും, ഒരുപാട് സങ്കടമാണെന്നൊക്കെ പറയും. സത്യത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാര്യത്തെയാണ് നമ്മൾ ഒരുപാട് എന്ന് പറയുക. ലൈഫിലെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് എണ്ണിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ലേ? നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എവിടെയൊക്കെയോ ഉത്തരവാദി നാം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതാൻ തുടങ്ങുക. തീർച്ചയായും അത് 10 താഴെ ഉണ്ടാകുകയുള്ളൂ. ഒന്നുകൂടെ മനസ്സ് വെച്ചാൽ 5 താഴെ കൊണ്ടുവരാം. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് ആലോചിക്കുക. ഒരു പക്ഷേ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. കൃത്യമായ നോളജ് നേടിയെടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. മറ്റൊരു പക്ഷേ നമ്മളുടെ സ്കില്ല് കുറവ് മൂലമായിരിക്കാം, നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ ആ പ്രശ്നവും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. മറ്റു പലതും നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്താൽ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും, അതിനേക്കാൾ ഉപരി ഒരുപാട് സൊല്യൂഷൻസും നമ്മുടെ ലൈഫിലുണ്ട്. പ്രോബ്ലംസിലേക്ക് നോക്കുമ്പോൾ പ്രോബ്ലംസ് ഒരുപാട് വലുതായി തോന്നും. നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കുമ്പോൾ പ്രോബ്ലംസ് ഒരുപാട് ചെറുതായി തോന്നും. ഒരു പുതിയ വർഷം വരികയാണ്. ഒരുപാട് പ്രശ്നം കൊണ്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പോകുന്നില്ല. ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും കൊണ്ട് നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഹാപ്പിയാണ്. താങ്ക് ഗോഡ്, താങ്ക് യു ഓൾ, ലവ് യു.